പശ്ചിമേഷ്യയെ കലുഷിതമാക്കുന്നത് എന്താണ്? അത് ട്രംപിന്റെ യുദ്ധക്കൊതി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ട്രംപ് അധികാരമേറ്റപ്പോൾ പറഞ്ഞത് താനൊരു സമാധാന പ്രേമിയാണെന്നതാണ്. ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരാളും ആയിരിക്കുമെന്ന് ട്രംപ് അന്ന് വ്യക്തമാക്കി. അങ്ങനെ ആയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. പക്ഷേ അതല്ല ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സൈന്യത്തെ അമേരിക്ക കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം ആദ്യം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിൽ, വിദേശ അതിർത്തികൾ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രത്തിനുമേൽ കടന്നു കയറുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത വ്യക്തിയാണ് താനെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. പിന്നീട് ഒരിക്കൽ ട്രംപ് പറഞ്ഞത് ലോകത്തെ വിവിധ ഭാഗങ്ങളിലായി രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ താൻ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ്. തൻ്റെ ഇടപെടൽ നൊബേൽ പുരസ്കാരത്തിന് അർഹമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപിനെയാണ് നമ്മൾ അധികാരമേറ്റ് ഏതാണ്ട് ഒരു വർഷമൊക്കെ ആകുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ ആവർത്തിച്ച് ട്രംപ് അതിന് തൻ്റെ അവകാശം ഉണ്ട് എന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ട് എന്ന നിരുത്തരവാദപരമായ പ്രസ്താവന അദ്ദേഹം 60-ലധികം തവണ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. താൻ 7 സംഘർഷങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. നൊബേൽ സമാധാന പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തി താനാണ്, തനിക്ക് 7 നൊബേൽ സമ്മാനങ്ങളെങ്കിലും ലഭിക്കേണ്ടതുണ്ട് എന്നൊക്കെ ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ സാധ്യമായത് ഗാസയിലെ സമാധാന കരാറാണ്. അതിൻ്റെ തുടർ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും അദ്ദേഹം ഒരു സമാധാന സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായൊക്കെ ഇരിക്കുമ്പോഴാണ് വലിയ വൈരുദ്ധ്യം എന്ന തരത്തിൽ മറ്റിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ കടന്നുകയറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞതും ചെയ്യുന്നതും എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ മുക്തമാക്കുമെന്ന വാഗ്ദാനത്തോടെ ജനുവരി 2025 അധികാരത്തിലേറ്റ ട്രംപ് ഒരു വർഷത്തിനിടെ ഏതാണ്ട് 7 രാജ്യങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തി എന്നതാണ് വ്യക്തമാകുന്നത്. ഭീകരവിരുദ്ധതയുടെയും ഒപ്പം മയക്കുമരുന്ന് വിരുദ്ധതയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ട്രംപ് ഈ നടപടികളെയൊക്കെ ന്യായീകരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്. ഇറാനിലും വെനസ്വേലയിലും നടത്തിയ ഇടപെടലുകൾ ആ രാജ്യങ്ങളിലെ ഭരണമാറ്റം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നത് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ട്രംപിൻ്റെ നയങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങളെക്കാൾ ഇസ്രയേൽ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് എന്ന് അമേരിക്കയ്ക്കകത്തും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വെനസ്വേല ദീർഘകാലമായി അമേരിക്കയുമായി ശത്രുതയിലായിരുന്ന പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ അട്ടിമറിക്കാനാണ് ട്രംപ് ഭരണകൂടം ജനുവരിയിൽ വെനസ്വേലയിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വെനസ്വേലൻ ക്യൂബൻ സുരക്ഷാ സേവനങ്ങളിലെ അംഗങ്ങളും സിവിലിയന്മാരും ഉൾപ്പെടെ ഏതാണ്ട് 83 പേർ കൊല്ലപ്പെടുകയും മദുറോയെ അമേരിക്ക അനധികൃതമായി തടവിലാക്കുകയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തത് കണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല. അപ്പോൾ വെനസ്വേലയിലെ എണ്ണ കമ്പനികളെ ഭരണകൂടം ദേശസാൽക്കരിച്ചതോടെ അമേരിക്കയും ആയിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. അവിടെ നിന്ന് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടു പോകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അത് ഈ ലഹരി ബന്ധമൊക്കെ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് കരുക്കൾ നീക്കി ആ രാജ്യത്തെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും പിന്നീട് മദുറോയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലാണ് വെനസ്വേലയുമായി ബന്ധപ്പെടുത്തി ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വെനസ്വേലയിലെ ഭരണകൂടത്തെ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അട്ടിമറിക്കുകയാണ് ചെയ്തത്. നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന പീഡനങ്ങളും അക്രമങ്ങളും തടയുന്നതിൽ നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടു. ഇതിനു പുറമെ സുരക്ഷാ കാരണങ്ങളും കൃത്യമായ രേഖകളുടെ അഭാവവും ഒക്കെ ചൂണ്ടിക്കാട്ടി നൈജീരിയൻ പൗരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. അങ്ങനെയൊക്കെ നൈജീരിയയിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തി. സിറിയയിൽ അമേരിക്ക ഈ രീതിയിൽ തന്നെയാണ് ഇടപെട്ടത്. സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ട്രംപ് കടുത്ത സൈനിക നടപടിയാണ് സ്വീകരിച്ചത്. 2025 ഡിസംബറിൽ പലിമ്ര നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ 2 US സൈനികരും ഒരു പരിഭാഷകനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികരണമായി സിറിയയിലെ ISIL കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തുന്നത് കണ്ടതാണ്. ബഷർ അൽ അസദിന്റെ ഭരണം അവസാനിപ്പിച്ചതിന് ശേഷം വന്ന പുതിയ ഇടക്കാല സർക്കാരുമായി ട്രംപ് ഭരണകൂടം സഹകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലും തങ്ങൾക്ക്
അനുകൂലമാകുന്ന തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ഭരണകൂട സംവിധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലൊക്കെയാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൊമാലിയയിലും ഇത് തന്നെ സംഭവിച്ചു. സൊമാലിയയിലെ ഭീകരവാദ സംഘടനകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഇടപെടൽ നടത്തുന്നു. സൊമാലിയയിൽ അവിടെ ആക്രമണങ്ങൾ നടക്കുന്നു. സൊമാലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഖ്വയ്ദ ബന്ധമുള്ള അൽ ഷബാബ്, ഐസിസ് എന്നീ ഭീകര സംഘടനകളെ തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയും ആ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നത്. 2025 മാത്രം അമേരിക്ക സൊമാലിയയിൽ 100-ലധികം സൈനിക ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഘടനകൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കും സൊമാലിയൻ സർക്കാരിനും ഭീഷണിയാണ് എന്നതാണ് ട്രംപ് കാരണമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറാഖിലും ഉണ്ടാകുന്നു ഇടപെടൽ. 2025 മാർച്ചിൽ ഇറാഖിലെ അൽ അൻബാർ പ്രവിശ്യയിൽ US നടത്തിയ ആക്രമണത്തിൽ ഒരു ഉന്നത ISIL കമാൻഡറെ വധിച്ചു. ഇറാഖിലെ വിവിധ സൈനിക താവളങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഈ ആക്രമണം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. യമനിലും 2025 മാർച്ച് മുതൽ മെയ് വരെ ഹൂത്തികളെ ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും ഈ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തി വരികയാണ്. ഏറ്റവും ഒടുവിൽ വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഏതാണ്ട് 57 ദിവസം പിന്നിടുമ്പോഴാണ് ഇറാനിൽ നേരിട്ടുള്ള ആക്രമണം ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തുന്നത്. അവരുടെ പരമോന്നത നേതാവിനെ വധിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് അചഞ്ചലമായി സ്വീകരിച്ചുകൊണ്ടിരുന്ന ആ മേഖലയിൽ തന്നെ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഇറാനെ ആക്രമിക്കാനുള്ള കാരണങ്ങൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ആക്രമണം നടക്കുമ്പോൾ വെനസ്വേലയിലേതുപോലെ തന്നെ എണ്ണ സമ്പുഷ്ടമാണ് ഇറാൻ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആണവ പദ്ധതികളാണ് ഇറാനെ സംബന്ധിച്ച് ആക്രമണത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ഈ നമ്മൾ കണ്ട ഓരോരോ രാഷ്ട്രങ്ങൾ, ഏതാണ്ട് 7 രാഷ്ട്രങ്ങളിലാണ് ഈ ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ആക്രമണം നടത്തുകയോ കടന്നാക്രമണം നടത്തുകയോ ഭരണകൂട സംവിധാനങ്ങളെ മാറ്റാനുള്ള ഇടപെടൽ നടത്തുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ പല വിധത്തിലുള്ള താല്പര്യങ്ങളാണ് അമേരിക്കയെ നയിക്കുന്നതെന്ന് നമുക്ക് കാണാം. എന്തായാലും സൈനിക ഇടപെടലുകൾ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം യഥാർത്ഥത്തിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സൈനിക ആധിപത്യം വ്യാപിപ്പിക്കുക എന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും സമാധാന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയുമാണ് ഇത് എന്ന് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.